നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ക്രിസ്മസ് ഒക്കെ എവിടം വരെയായി? 8 ദിവസം കൂടെ കാത്തിരുന്നാൽ ഉണ്ണീശോയുടെ തിരുപ്പിറവിയുടെ ദിവസമായി അല്ലേ? ഡിസംബർ 25. അപ്പം നമുക്ക് ഇന്ന് 23-ാം തീയതിയാണ് നമുക്കൊരു ഗീവ് അവേ ഉണ്ടായിരുന്നു. അതിൻ്റെ വിന്നർ ആരാണെന്നൊന്ന് നോക്കിയേക്കാം. ആദ്യം തന്നെ നോക്കിയേക്കാം. ലോട്ടിട്ടെടുക്കുവാണേ. ലോട്ടിട്ട് ആരാണേലും അർഹതപ്പെട്ടവർക്ക് കിട്ടണേ. ഇസബെല്ലായ്ക്കും കൊടുക്കാൻ അർഹതപ്പെട്ടവരും വാങ്ങിക്കാൻ അർഹതപ്പെട്ടവരും ആയവർക്ക് കിട്ടണേ. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹത്തോടും കൂടി എടുക്കുക കേട്ടോ. സുധർമ്മ എന്ന് പറഞ്ഞ ആൾക്കാർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുണ്ടല്ലോ, കിട്ടാത്തവരൊന്നും വിഷമിക്കരുത് കേട്ടോ. സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്നവരുണ്ടെന്നൊക്കെ നമ്മൾ കണ്ടു. ഒരാൾക്കല്ലേ നമ്മൾ പ്രൈസ് പറഞ്ഞിരുന്നത്. ഇനി ഞാൻ അടുത്ത പ്രാവശ്യം ഗീവ് അവേ വെക്കുമ്പോൾ 3-4 പേർക്കാക്കാം കേട്ടോ. ഇതിപ്പം സുധർമ്മയെന്ന് പറയുന്ന ആളുടെ കമൻറ്റ് ഞങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരണം. അപ്പോൾ അത് തന്നെയാണോ ആ ആൾ തന്നെയാണോ ഈ ആളെന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്തിട്ട് ഗിഫ്റ്റ് അയച്ചു തരും. പറ്റുമെങ്കിൽ ആ ഗിഫ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ അത് ഓപ്പൺ ചെയ്യുന്നത് തൊട്ട് അത് സാരി ആണെങ്കിൽ അത് വെയർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഒക്കെ എടുത്ത് അയച്ച് തരുവാണെങ്കിൽ, എന്നിട്ട് 2 വാക്കുകൂടിയൊക്കെ പറയുകയാണെങ്കിൽ നമുക്കത് റീലായിട്ട് ഇടാം. ഇഷ്ടമുണ്ടെങ്കിൽ മതി. ചിലർക്ക് അങ്ങനെയൊന്നും പബ്ലിസിറ്റി ഒന്നും ഇഷ്ടമില്ലാത്തവരുണ്ട്. അങ്ങനെ നിങ്ങളെ നിർബന്ധിച്ചിട്ടുള്ള പബ്ലിസിറ്റി വേണ്ട. ഇഷ്ടമാണെങ്കിൽ ഇടാം കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് ഇടാം. അപ്പോൾ ഇഷ്ടം പോലെ ചെയ്യുക. സുധർമ്മ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു. ഇസബെല്ലയെ പറ്റി ഒരു നല്ലൊരു ഫീഡ്ബാക്ക് തന്ന വിഷയം ഏതാ കമൻ്റെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് താങ്ക് യു കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ബെഡ്ഷീറ്റാണ്. ഇച്ചിരി ലേറ്റായിപ്പോയി. എന്നോട് ഒത്തിരി പേര് ചോദിച്ചാൽ ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാനൊക്കെ ബെഡ്ഷീറ്റ് കാണിക്കോ, ബെഡ്ഷീറ്റ് ഇതായോ എന്നൊക്കെ പറഞ്ഞതാ. ഇച്ചിരി ലേറ്റായിപ്പോയി. ഇനിയിപ്പോൾ നമുക്ക് ന്യൂ ഇയറിനുണ്ടല്ലോ. പിന്നെ എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളിലും ഇടവക പള്ളികളിലും ഇടവക അമ്പലങ്ങളിലും എല്ലായിടത്തും ഉത്സവങ്ങളും വരുന്ന അങ്ങനെയൊക്കെയല്ലേ. അപ്പം നമ്മളെല്ലാം പുതിയതൊക്കെയാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം അല്ലേ? എടുക്കത്തില്ലേ? അപ്പം ഞാൻ ഇത്രയും കാലം കാണിച്ചിരുന്ന ബെഡ്ഷീറ്റിൻ്റെ മെറ്റീരിയൽ തന്നെയാണ്. ഇതിനകത്ത് ഭയങ്കരമായിട്ടൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ചിലരുടെ ഒരു വിചാരം ഇത് പോളിയസ്റ്റർ മിക്സ് ആണ്. ഇത് പോളിയസ്റ്റർ മിക്സ് അല്ല, ഇത് സാറ്റിൻ കോട്ടൺ എന്ന് പറയും. ഞാൻ വർഷങ്ങളായിട്ട് ബെഡ്ഷീറ്റ് സാറ്റിൻ കോട്ടൺ എന്ന് പറഞ്ഞ സ്റ്റഫാണ് ഇതിനകത്ത്. ഇത് സാറ്റിൻ കോട്ടൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ സാറ്റിൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റഫ് വരുമ്പോഴത്തേനും ഭയങ്കര ഒഴുകിപ്പോകുന്ന മിനുസമുള്ള തിളക്കമുള്ള ആ ഒരു ഇതല്ല. ഇതിൻ്റെ മിനുസത്തിന് മാത്രം, ഇതിൻ്റെ സോഫ്റ്റ്നെസ്സിന് മാത്രമാണ് സാറ്റിൻ എന്ന് പറയുന്നത്. ഇത് കോട്ടൺ, ഇത് ചൂടെടുക്കുന്നതല്ല. ഇതിന് ഏറ്റവും വലിയ എല്ലാ വീഡിയോയ്ക്കകത്തും ഞാൻ പറയുന്നതാണ്. ദൃക്സാക്ഷി ഞാനാണ്. എൻ്റെ വീട്ടിലെ എല്ലാ സ്ഥലങ്ങളിലും ഈ ബെഡ്ഷീറ്റ്, ഈ മെറ്റീരിയലിലുള്ള ബെഡ്ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ളതാണ്. വിരിച്ചിട്ടാൽ നല്ല ഭംഗിയാണ്, യൂസ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. കാരണം ഭയങ്കര ഹെവി വെയിറ്റ് ഇല്ല. എന്നാൽ അതേസമയം വിരിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ കിടക്കുകയും ചെയ്യും. ഹെവി വെയിറ്റ് ആണെങ്കിൽ അവിടെ തന്നെ കിടക്കും. ഭയങ്കര കനക്കുറവാണെങ്കിൽ ഇപ്പോൾ പിള്ളേരൊക്കെ കയറും, അല്ലെങ്കിൽ നമ്മളൊന്ന് കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോഴൊക്കെ ചുളുങ്ങിപ്പോകും. അങ്ങനെ ഒന്നും പോകത്തില്ല, അവിടെ തന്നെ കിടക്കും. പിന്നെന്താ പറയാനുള്ളത്? പിന്നെ ഇതിനകത്തൊരു ഡ്രോബാക്ക് പറയാനുള്ളത് തന്നെ, ഡ്രോബാക്ക് എന്നല്ല പറയാനുള്ളത്, ഇതിൻ്റെ വക്കില്ലേ, വക്ക് ഇങ്ങനെ നമ്മളിത് വലിയ ബണ്ടിൽ വന്നിട്ട് അത് കട്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വക്ക് അടിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല. അല്ലെങ്കിൽ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഇതുപോലെ ഓരോ നൂല് ഇങ്ങനെ വരും. പിന്നെ ഈ കാണുന്ന ഭാഗമില്ലേ, ഈ കാണുന്ന ഭാഗം, ഇതിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ തേരെന്നാണ് പറയുന്നത്. ഇതൊരു കാരണവശാലും ഇങ്ങനെ പോരത്തില്ല. എല്ലാ തുണിക്കും ഉണ്ട് ഈ തേരെന്ന് പറയുന്ന സാധനം. അത് നെയ്യുമ്പം വരുന്ന ഒരു സാധനം. നെയ്യുമ്പോൾ അത് ആ നെയ്യിലിൻ്റെ അത് ക്ലോസ് ചെയ്ത് വെക്കുന്ന സാധനമാണ് തേരെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഷോൾ എടുത്ത് നോക്കിയാൽ പോലും കാണാം കേട്ടോ. അതാണ് ചിലർ അറിയത്തില്ലാത്തവരുണ്ടല്ലോ, ഇത് പറഞ്ഞിട്ടുണ്ട്. അത് മുഴുവൻ പിഞ്ചി ഇരിക്കുക സൈഡിൽ നിന്ന് പറഞ്ഞവരുണ്ട്. അതങ്ങനല്ല, നമ്മൾ എങ്ങനെ വിശ്വസിപ്പിക്കാൻ പറ്റും? അറിയത്തില്ലാത്തത് കൊണ്ടാണ്, കുറ്റമല്ല. എന്നാന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പറയുക. പിന്നെ ഡാർക്ക് കളറ് ഇതുവരെ ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ എന്തോരാണ് എനിക്ക് തോന്നുന്നൊരു 3 വർഷത്തോളമായിട്ട് എൻ്റെ വീട്ടിൽ ഇത് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ എല്ലായിടത്തും. ഇതുവരെ എല്ലാ തുണിയുടെ കൂടെ വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിയാൽ പോലും ഒരു കളർ ഇളകുന്നതായിട്ട് ഒന്നും തോന്നിയിട്ടില്ല. ഇത്രയും ഡാർക്ക് കളറിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇളകത്തില്ല എന്നാണ് വിശ്വസിക്കുന്നത്. ഞാൻ ഡാർക്ക് കളർ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും ലൈറ്റ് കളറാണ് എനിക്കിഷ്ടം.
ബെഡ്ഷീറ്റിന്. അതുകൊണ്ട് അറിയത്തില്ല. എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്നല്ലാതെ ഇങ്ങനെ ഒന്ന് പിടിച്ച് കഴുകി നോക്കിയിട്ട് വാഷിംഗ് മെഷീനിലിട്ട് കഴുകിക്കോ. 99% ഇത് കളർ ഇളകത്തില്ല. ഫാമിലി കോട്ടാണ് ഇത്. ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഒരെണ്ണത്തിൻ്റെ കാണിച്ചു തരാം. ഇച്ചിരി പാടാ. ഇതുണ്ടോ, ഈ കാണുന്നതാണ്. ഇവിടുന്ന് ഇങ്ങനെ വരുന്നതാണ് ഇതിൻ്റെ ലെങ്ത്. നേരെ തിരിച്ച് ഇത് കണ്ടോ, ഇത് രണ്ടായിട്ട് മടക്കി വെക്കുക. ഇത്രയും കൂടെ ഉണ്ട് വിഡ്ത്ത്. ഇത് കണ്ടോ, ഇത്രയും കൂടെ ഉണ്ട് വിഡ്ത്ത്. ഇത് രണ്ടായിട്ട് മടക്കി വെക്കുക. അതാണ് ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും. ഡാർക്ക് കളർ മതിയെന്നുള്ളവർക്ക് ഇതിടാം. ഡാർക്കൊന്ന് പോയോ, ഡാർക്ക് ആണെങ്കിലും അതിൻ്റെ കൂടെ വൈറ്റ് പോന്നേക്കുന്നതുകൊണ്ട് നല്ലൊരു ഭംഗിയായിരിക്കും വിരിച്ചിട്ടാ കേട്ടോ. ഇതിപ്പോൾ ഫാമിലി കോട്ടാണേ. പിന്നെ ബെഡ്ഷീറ്റിന് നമുക്ക് റിട്ടേണും എക്സ്ചേഞ്ചും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഫാമിലി കോട്ടുകൾ തന്നെ കാണിക്കാം. ഇത് അടുത്ത ഡിസൈൻ. ഇനിയിപ്പോൾ നൂർത്ത് കാണിക്കണ്ടല്ലോ. ഇത് അടുത്ത ഡിസൈൻ. ഒരു കോഫി ബ്രൗണെ കൂടെ ഒരു ക്രീം ഷെയ്ഡ് പോലത്തേത് പോയിരിക്കുന്നത്. അടുത്ത ഡിസൈൻ നല്ല ഭംഗിയായിരിക്കും. വിരിച്ചിട്ടാലൊക്കെ നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീല് തരുന്ന ഇതാണ്. ഞാൻ എപ്പോഴും ലൈറ്റ് കളറിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. കാരണം അതിന് എപ്പോഴും നമ്മൾ ലൈറ്റ് കളർ ബെഡ്ഷീറ്റ് ഉപയോഗിക്കുന്നത് നല്ലത്. നമ്മുടെ മനസ്സിനും കണ്ണിനും ശരീരത്തിനും എല്ലാം ലൈറ്റ് കളേഴ്സാണ് നല്ലത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പിള്ളേരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ എന്തെങ്കിലും വയ്യാതൊക്കെ ഉള്ളവരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ എന്തെങ്കിലും ആയിട്ട് കയറി ഇരുന്ന് കഴിഞ്ഞാൽ കിടന്നാലോ അല്ല ഉറുമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. പിന്നെ നമ്മൾ ഈ ഡാർക്ക് കളർ ഉള്ള ഇതിലോട്ട് കിടക്കാൻ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഒരു സുഖം കിട്ടത്തില്ല. സത്യമായിട്ടും പറയുന്നു. അതുകൊണ്ട് ലൈറ്റ് കളർ കാര്യം ഇച്ചിരി പെട്ടെന്നൊക്കെ മുഷിയും. ഇത് അടുത്തത്. ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ. ഇതുണ്ടോ, ഇങ്ങനെ ഫുള്ള് കീഴോട്ട് ഇങ്ങനെ ലീഫ് പോലെ പോയിരിക്കുക. ഇത് ഞാൻ നേരത്തെ ഇതിൻ്റെ വേറെ കളർ കാണിച്ചിട്ടുള്ളതാണ്, പിങ്ക്. ഇത് കുട്ടികളുടെ റൂമിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. കുട്ടികളുടെ റൂമിൽ ഇത് പ്യുവർ കുട്ടികളുടെ റൂമിൽ ഇങ്ങനെ ആൽഫബറ്റ്സ് വരുന്നതായിരുന്നു കാണിച്ചത്. ഇതങ്ങനല്ല, ഇതൊരു ഫ്ലോറൽ പ്രിൻ്റ് പോലാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണ്. പിന്നെ ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡേ കൂടെ വൈറ്റ്. നല്ല ഭംഗിയായിരിക്കും. എന്ത് വിരിച്ചിട്ടാലും നല്ല ഭംഗിയായിരിക്കും. അതെനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇതിൻ്റെ തന്നെ ഡബിളും സിംഗിളും ഇല്ല. ഇപ്പം ഇപ്പം ചിലർ ചോദിക്കും, അങ്ങനെ നമ്മൾ നോക്കിയായിരുന്നു, പക്ഷെ നമുക്ക് എണ്ണത്തിൽ സ്റ്റോക്ക് ഭയങ്കരമായിട്ട് കുറവായതുകൊണ്ട് അങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ആ ഒരു ഉദ്യമം ഉപേക്ഷിച്ചു. ഇതിനകത്ത് കാണിക്കുന്നതാണ്, ഇനി കാണിക്കുന്നതാണ് ഡബിള്. ഇതേ ഉള്ളൂ ഡബിളായിട്ട് കേട്ടോ. ഡബിൾ കോട്ട് വേണ്ടവർ ഇത് വാങ്ങിക്കുക. അതിൻ്റെ തന്നെ ഡബിൾ കോട്ടും സിംഗിൾ കോട്ടും ഇല്ല. ഇത് ഡബിളേ. ഇത് കണ്ടോ, ഇങ്ങനൊരു ഡിസൈനാണ്. ഒരു എന്തോ ഒരു കളർ, ഒരു ബേജ് കളറിൻ്റെ ഒക്കെ ഒരു കളറ്, ക്രീമും അങ്ങനെ ഏതാണ്ട് സാൻഡൽ ഷെയ്ഡും അങ്ങനെ ഏതാണ്ടൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. ഇതിൻ്റെ ഇത് കണ്ടോ, തേര് പോലുള്ള ഭാഗം ഇതാ കണ്ടോ, ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ വീതി. ഇതുണ്ടോ, ഇത് ഡബിളായിട്ട് ഇത്രയും വീതിയുണ്ട്. വിട്ടെന്ന് പറയുന്നത് ഇങ്ങനെ വന്നിട്ട് ഇത്രയും ഇത് വീതി. ഞാൻ പറഞ്ഞ തിരിഞ്ഞു കേട്ടോ. ഇത് വീതി, ഇത് നീളം. ഇങ്ങനെ ഇരിക്കും. നിങ്ങൾക്കത് കൈ കിട്ടുമ്പോൾ മനസ്സിലാവുമല്ലോ ഞാൻ ഇങ്ങനെ എന്തിനാ ഈ പറയാനൊക്കെ പോകുന്നല്ലേ. അല്ലേ, വിദ്യക്ക് എന്താ വിദ്യ? ഇതൊക്കെ ഞങ്ങൾക്കറിയില്ലേ. എനിക്കൊക്കെ തന്നെ കൂടുതൽ നിങ്ങൾക്കറിയാം. എനിക്ക് ആ സത്യത്തിൽ ഇതൊന്നും അറിയത്തില്ലാത്ത. ഇതാ ഇങ്ങനെ ലൈൻസ് നല്ല ഭംഗിയായിട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തേതൊക്കെ വിരിച്ചിടണേ. ശരിക്കും പറയുന്നതാണ്, മുറിക്ക് എപ്പോഴും ലൈറ്റ് ഷെയ്ഡുകളാണ് നല്ലത്. ബെഡ്റൂമിന് പ്രത്യേകിച്ചും. നമ്മളുടെ ഒരു ദിവസത്തെ ഭാരങ്ങൾ, ഒരു ദിവസത്തെ അധ്വാനങ്ങൾ, അലച്ചിലുകൾ ഇതെല്ലാം ഇറക്കി വെക്കുന്ന സ്ഥലം. അവിടെ നല്ല ലൈറ്റ് വാം ലൈറ്റും വാം ഇതിലുള്ള ബെഡ്ഷീറ്റ്സും കർട്ടൻസും ഒക്കെയാണ് നല്ലത്. അത് അറിയാം. സൈക്കോളജിസ്റ്റുമാർ എവിടെയോ ഇരുന്ന് ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഡിസൈൻ ഇങ്ങനെ. ഇതാണ് ഡിസൈൻ. ഇത് ഡബിൾ കോട്ട്. DC എന്ന് എഴുതിയേക്കുന്ന ഡബിൾ കോട്ട്, FC എന്ന് എഴുതിയേക്കുന്ന ഫാമിലി കോട്ട്,
SC എന്ന് എഴുതിയിരിക്കുന്ന സിംഗിൾ കോട്ട്. ഇതിൻ്റെ ഫാമിലി കോട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഇല്ല, തരാൻ ഇല്ല, ചോദിക്കരുത്. ഞാനാണ് ഏറ്റവും അവസാനത്തെ ലാസ്റ്റ് പീസ് എടുത്തു വെച്ച ആൾ ഞാനാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു നല്ലതല്ലേ, ഒരു സാൻഡൽ ഷെയ്ഡിൽ പീച്ച്, നല്ല ഭംഗിയായിരിക്കും. എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് ഫീല് നമുക്ക് എവിടെയാണെങ്കിലും, ഒരു കർട്ടൻ ആണെങ്കിലും, ഈവൻ ഒരു കർച്ചീഫ് നമ്മൾ വാങ്ങിച്ചാൽ പോലും നമ്മളൊന്നൊരു ഡ്രസ്സ് നോക്കിയിട്ടല്ലേ വാങ്ങിക്കുള്ളൂ. അല്ല വല്ല തിരക്കിൽ പോകുമ്പോഴാണ് നമ്മൾ ഒരു കർച്ചീഫ് എന്നൊക്കെ അങ്ങനെ എടുക്കും. അല്ലാതെ അതുപോലെ നമ്മൾ അങ്ങനെയല്ലേ വാങ്ങിക്കുള്ളൂ. സാർ ഒരു സ്ലൈഡ് വാങ്ങിച്ചാൽ പോലും അങ്ങനെയല്ലേ വാങ്ങിക്കുള്ളൂ. ഇത് അടുത്തത് നല്ല ലൈറ്റ് കണ്ടോ. ഇതിൻ്റെ സ്റ്റഫ് പിടിക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഇത് പോളിസ്റ്റർ മിക്സോ ഒന്നുമല്ല. കിടന്നുറങ്ങാൻ നല്ല സുഖം, നല്ല കംഫർട്ട് സ്ലീപ്പാണ്. എനിക്ക് ഇഷ്ടംപോലെ ആൾക്കാർ ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് കൈ കിട്ടുമ്പോൾ നമുക്കൊരു മിക്സ് ഉണ്ടോ എന്ന് തോന്നും. ഇല്ല, പറ്റുമെങ്കിൽ നിങ്ങളതൊന്ന് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കും, അപ്പോൾ ശരിക്കും അത് മനസ്സിലാവും. ഇങ്ങനത്തെ ബെഡ്ഷീറ്റ് അങ്ങനത്തെ സാധനമൊക്കെ കഴിവതും വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് നല്ലത്. എന്താന്ന് പറഞ്ഞാലും ക്ലോത്ത് എല്ലാം കെമിക്കലിൻ്റെ ഇതുകൊണ്ട് ഡൈയിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തിയതല്ലേ. അപ്പോൾ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ശ്വാസം എല്ലാം ഇതിലോട്ട് പോകുന്നല്ലേ, അതുകൊണ്ടൊന്നും വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് നല്ലത്. ഇനി സിംഗിൾ, ഒത്തിരി പേര് ചോദിച്ചതാണ് ഇതിന് വേണ്ടിയിട്ട് തന്നെ, ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടി. സിംഗിളിൻ്റെ ഡിസൈൻ ഇത് ഉണ്ടോ, എല്ലാം ഫുൾ ഇങ്ങനെ ഒരു ലൈറ്റ് ബ്ലൂ, പൗഡർ ബ്ലൂവിൻ്റെ അല്ല, ലൈറ്റ് പൗഡർ ബ്ലൂ അല്ല, പൗഡർ ബ്ലൂവിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ലീഫിൻ്റെ ഡിസൈൻ. നിങ്ങൾ ഇതൊന്നുണ്ടല്ലോ ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് വക്കൊന്ന് തുന്നിയിട്ട് ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. അടുത്തത് അതും ഇങ്ങനെ കീഴോട്ട് ലൈൻസ് ആണ് ടൈറ്റ് കൂടെ. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടും, അതെനിക്ക് നല്ല ഉറപ്പാണ്. ഞാൻ ബെഡ്ഷീറ്റ് ഓരോ കാലത്ത് എപ്പോഴും മാസത്തിൽ 1-2 തവണയെങ്കിലും കാണിക്കുമായിരുന്നു. ഇപ്പോഴതൊക്കെ നിർത്തിയത്. നമ്മളങ്ങനെ നമ്മുടെ മെമ്മറിയിലേക്ക് ഇതൊന്നും വരത്തില്ല, അതുകൊണ്ടാണ്. ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് എനിക്ക് ബെഡ്ഷീറ്റിൻ്റെ ഉണ്ടായിരുന്നു. എന്താ കണ്ടോ, ഇത് ഞാൻ ഇതിൻ്റെ പകുതിയെ നൂർത്തിട്ടുള്ളൂ കേട്ടോ, ഡിസൈൻ കാണാൻ വേണ്ടി മാത്രം. ഫുള്ളാ നൂർത്തിട്ടില്ലേ. ഇതിന് മാത്രം മുമ്പേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എടുത്തു എന്ന് പറഞ്ഞില്ലേ, അതിന് മാത്രം ഡബിളും ഉണ്ട് സിംഗിളും ഉണ്ട്. ഫാമിലി ഇല്ല. ഇതിനും ഉണ്ടെന്ന് തോന്നുന്നു ഡബിളും സിംഗിളും ഉണ്ടോ. ലാസ്റ്റ് കാണിച്ച് ഇതിനും ഡബിളും സിംഗിളും ഉണ്ട്, പക്ഷേ ഫാമിലി ഇല്ല. അപ്പം പിന്നില്ലേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇതില്ലേ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പം ആ ഒരു സൈഡിൽ എഴുതിയേക്കുന്ന വില, നമ്പർ, DCFC അത് കൂട്ടി എടുക്കാവുള്ളൂ. ചിലർ ഇങ്ങനെ സൂം ചെയ്ത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അയക്കും. അങ്ങനെ അയക്കല്ലോ കേട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ DC എന്ന് പറഞ്ഞാൽ ഡബിൾ കോട്ട്, FC എന്ന് പറഞ്ഞാൽ DCക്ക് DCയുടെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കണം, FCക്ക് FCയുടെ തന്നെ ഫാമിലി കോട്ട്, FCയുടെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കണം. SC എന്ന് പറഞ്ഞാൽ സിംഗിൾ കോട്ട്, SCക്ക് SCയുടെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്കത് മാറിപ്പോയെങ്കിൽ പിന്നെ പണിയാവും. നമുക്കൊന്നാമത് ഇതിന് എക്സ്ചേഞ്ച് ഒന്നും ഇല്ലാത്തത് കൊണ്ട്, ഒന്നാമത് ലൈറ്റ് ഷെയ്ഡാണ് ഇത്. അങ്ങോട്ടും ഇങ്ങോട്ടും 2 പ്രാവശ്യം പോയി കഴിയുമ്പോൾ അത് പിന്നെ കൊള്ളുകയല്ല. അതുകൊണ്ടാണ് എക്സ്ചേഞ്ച് ഒന്നും ഇല്ലാതാക്കിയേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡെസ്പാച്ചില്ലേ, ഒരു 3 ദിവസം കഴിഞ്ഞ് ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ ക്രിസ്മസിൻ്റെ ഹോളിഡേയ്സ് അതിന് കൊറിയറും ഇതൊക്കെ സംഭവങ്ങളൊക്കെ 26-ാം തീയതിക്ക് ശേഷമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു 3 ദിവസം എടുക്കും കേട്ടോ ഡെസ്പാച്ചിന്. ഇന്ന് ബുക്ക് ചെയ്താലും ക്രിസ്മസ് കഴിഞ്ഞിട്ട്, ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുള്ളേ. അപ്പോൾ വീണ്ടും നാളെ ഉണ്ടല്ലോ, നാളത്തെ വീഡിയോയിലത്തെ കാര്യം നാളെ പറയാം അല്ലേ. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്